ഹലോ ഹാഡേസ് അസ്സലാമലൈക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാനെൻ്റെ സായ്ക്കുട്ടി വളാഞ്ചേരിക്ക് പോവാണ് കേട്ടോ. വളാഞ്ചേരിക്ക് പോണത് നമ്മൾ ആസ് യൂഷ്വൽ പല്ല് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വളാഞ്ചേരിക്ക് പോണത്. ഇനി ഒരു 3-4 മാസം കൂടി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ സായ്ക്കുട്ടി സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ പുറത്തേക്ക് പോകുന്ന ഇവനെ കണ്ടിട്ടില്ല. ഇതിൽ ഉള്ളതിലും ഏറ്റവും പഴയ ടീഷർട്ട് ഇട്ടിട്ട് വന്നിരിക്കുന്നത്. മര്യാദക്ക് ഒരു ടീഷർട്ട് മാറ്റിക്കോ ചെല്ലേ. ഞാനിട്ടിരിക്കുന്ന ഈ കോഡ് സെറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു 400+ ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് കേട്ടോ. ഈ ചൂടുകാലത്ത് ഇടാൻ പറ്റിയ നല്ലൊരു കോട്ടൻ്റെ കോഡ് സെറ്റാണ്. ഞാനത് വാങ്ങിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് വെക്കുന്നുണ്ട്. അതാ സായ്ക്കുട്ടി അങ്ങനെ ടീഷർട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ടീഷർട്ട് ഉണ്ട്. ഇപ്പം എന്തൊരു ആവശ്യമായിട്ട് കാണാൻ നേരത്തെ ഒരു ഔങ്ങിയ ടീഷർട്ട് ഇട്ടുക ചെക്കനെ. നമ്മളൊരു മാച്ചിങ് ചെരുപ്പ് ഇട്ടിട്ടുണ്ട്. സായ്ക്കുട്ടിക്ക് പിന്നെ ഈ ചെരുപ്പ് തന്നെ. പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചെടുക്കാൻ പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. വല്ലാത്തൊരു സാധനം. സാധാരണ സായ്ക്കുട്ടിൻ്റെ ഇപ്പം ഞാൻ പുറത്തേക്ക് വിളിച്ചാലൊന്നും വരില്ല. പക്ഷെ ഇന്ന് ഞാൻ വളാഞ്ചേരിക്ക് പോവുകയാണ്. ഈ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഓനെ ഞാൻ ഓട്ടോയിൽ നിർബന്ധിച്ച് കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിർബന്ധിച്ച് കയറ്റിയപ്പോൾ തന്നെ ഓൻ പറഞ്ഞിട്ട് അമ്മൻ്റെ ഇയർപോഡ് എനിക്ക് തരണം എന്നുള്ളത്. അപ്പോൾ ഓന് ഇയർപോഡ് ഇട്ട് പാട്ടേക്കും, ഞാൻ ഇയർഫോൺ ഇട്ടിട്ടും പാട്ടേക്കും. ഇത് സായ്ക്കുട്ടി പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ. അവന് 4ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സ്കൂളാണ്. അത് കണ്ടപ്പോഴാണ് ഓനിങ്ങനെ വണ്ടടിച്ച് നോക്കുന്നത്. എന്താ പിന്നെ ഈ പുറത്തിരിക്കുക എന്താ പേടി? എന്തിന്? ഞങ്ങളങ്ങനെ എത്തി ഗായ്സ്. അതൊക്കെ പേടി. എനിക്ക് റൂമിൽ നിന്ന് പേടി അത്ര. സത്യം പറഞ്ഞാൽ എനിക്കും പേടി കേട്ടോ. ഈ ചെയർമ ഞാൻ കിടക്കണം. ഇതിലും പേടിയുള്ള സാധനം വേറെ ഒന്നുമില്ല എനിക്ക്. എനിക്ക് പേടിയുണ്ട് സായിട്ടേ. പിന്നെ അങ്ങനെ ഡോക്ടർ വന്നു. എൻ്റെ പല്ല് കെട്ടിയതൊക്കെ ഒന്ന് ടൈറ്റാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഒരു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലുമത്തെ ക്ലിപ്പൊക്കെ ഊരിയെടുക്കാമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പല്ല് കെട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോൾ ഏകദേശം 1.5 വർഷമായി ഇത് കെട്ടിയിട്ട് കേട്ടോ. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കെട്ടിയത്. പിന്നെ ഒക്ടോബറിലാണ് നമ്മളിങ്ങോട്ട് താമസം മാറ്റിയത്. അത് കാരണം കൊണ്ട് എനിക്ക് ഇത്ര കറക്റ്റ് ഓർമ്മ. എൻ്റെ ഈ പല്ല് കെട്ടിയ ക്ലിപ്പ് 45,000 രൂപേൻ്റെ ക്ലിപ്പാണ് കേട്ടോ. അതായത് എൻ്റെ വായിൽ വേഗം എനിക്ക് വായ്പുണ്ണ് വരുന്ന അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വായിൽ മുറിവാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വിലയുള്ള ഈ ക്ലിപ്പ് ഇങ്ങനെ പല്ലുമ്മൽ ഇട്ടത്. പക്ഷേ 12,000 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്. നിങ്ങൾക്ക് പല്ലുമ്മ വലിയ കേടൊന്നുമില്ല, സ്ട്രോങ് ആയ പല്ലാണ്, വായ്പുണ്ടുണ്ടാവുന്ന പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 15,000-ൻ്റെ പല്ലിൻ്റെ ക്ലിപ്പ് ഇട്ടാൽ മതിയാവും. 45,000-ൻ്റെ ഒരിക്കലും ഇടാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. അങ്ങനെ നമ്മളെ പല്ലിൻ്റെ ഒക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു സായ്ക്കുട്ടി വളാഞ്ചേരിയിലൊക്കെ പോയി വന്നു കേട്ടോ. പോയി വന്നപ്പോൾ ഭയങ്കര വിശപ്പുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണി ആയിക്കണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഞങ്ങളൊരു ബ്രെഡ് പീസ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നമ്മൾ സാധാരണ പീസ് ഉണ്ടാക്കാൻ ആ മാവ് കുഴച്ചിട്ട് അത് പൊങ്ങി വരാനുള്ള സമയമൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടൊരു ബ്രെഡ് പീസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. പീസ് ഉണ്ടാക്കാനുള്ള ചിക്കൻ സെറ്റാക്കിയിട്ടുണ്ട്, പിന്നെ ഉള്ളി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കം കൂടി അറിയണം കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ള വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കുന്നത്. നമ്മൾ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണല്ലോ പിസ്സ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ ഈ സൈഡിലുള്ള ഈ കാപ്പി കളർ സംഭവമല്ലേ, അതൊക്കെ വെട്ടി മാറ്റി സെറ്റാക്കുക കേട്ടോ. നമ്മൾ ഈ ബേക്കിംഗ് ട്രേയിൽ ഞാൻ ഇച്ചിരി ബട്ടറൊക്കെ തേച്ചിട്ട് ഒന്നിങ്ങനെ ഗ്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ബ്രെഡൊക്കെ ഇതുപോലെ അടുക്കി വെക്കുക. ഞാൻ വെട്ടിയതിന്മേൽ കുറച്ച് അളവ് തെറ്റിയ കാരണം കൊണ്ട് അത് കുറച്ച് ഷേപ്പില്ലാതെ നിൽക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ പിസ്സ സോസ് എടുത്തിട്ട് നന്നായിട്ട് പുരട്ടുക. അതിൻ്റെ മുകളിൽ നമ്മൾ ക്യാപ്സിക്കം ഇങ്ങനെ കുത്തി കൊടുക്കുക. ഒലീവൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന പിസ്സയല്ലേ, അപ്പോൾ എൻ്റെ കയ്യിൽ ഒലിവൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ സവാള ഇങ്ങനെ മുറിച്ചിട്ട് ഇതുപോലത്തെ കഷ്ണങ്ങൾ ഇങ്ങനെ ആക്കി വെച്ചെടുക്കുക. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഇങ്ങനെ പിച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തത് ഒറിഗാനോ ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ചീസ് ഉണ്ടാവുമല്ലോ, അത് ഗ്രേറ്റ് ചെയ്ത് ചീസ് ആണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ചീസ് കുറേ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പിസ്സ അടിപൊളിയായിട്ട് വരുമെന്ന് വിചാരിച്ച് ഞാൻ നല്ലവണ്ണം ചീസ് വെതറി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പഠിച്ചോലേ എന്തൊരു ചൂടാണേ. അടുക്കളയിൽ നിന്നിട്ടൊന്നും ജോലി ചെയ്യാൻ പറ്റില്ല. നമുക്കിവിടെ കിച്ചണിൽ ഫാനൊക്കെ ഉണ്ട്. പക്ഷേ ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ കിച്ചണിൻ്റെ ഡ്യൂട്ടിയൊന്നും ശരിയാവില്ല. അത് വേറൊരു പ്രശ്നം. അങ്ങനെ നമ്മൾ പിസ്സൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് നന്നാവുമെന്ന് വിചാരിക്കണം. കാരണം ഞാൻ നല്ല ചീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മളെ OTG നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ OTG ഒരു 10 മിനിറ്റ് അയക്കണേ ഏകദേശം. പ്രീ ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ട്രേ നമുക്കണ്ട് വെച്ച് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. ഇട്ട് വെക്കാം.
അപ്പോൾ ഗായ്സ് നമ്മളെ ശ്രദ്ധ കുറച്ച് നേരം ഒന്ന് തെറ്റിയപ്പോൾ നമ്മളെ പിസ്സ ഇച്ചിരി കരിഞ്ഞു. അതൊക്കെ നമ്മൾ ചീസൊക്കെ മെൽറ്റായി വരും അങ്ങനെ എന്നൊക്കെ കരുതി കുറച്ച് നേരം വെയിറ്റ് ചെയ്തൊക്കെയായിരുന്നു. പിസ്സ കുറച്ചൊന്ന് കരിഞ്ഞു, പക്ഷെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ മണമൊക്കെ ഉണ്ടല്ലേ സായിട്ടേ. അപ്പോൾ നമ്മളെ ബ്രെഡ് പിസ്സ എങ്ങനെ ഉണ്ടാവും നോക്കി കേട്ടോ. അത് ഭയങ്കര ചൂടാണ്. ഇതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ആവോ. നല്ല ചൂടാണ് പിസ്സ ഇരിക്കുന്നത്. ഇത് കടിച്ച നാവ് കൊള്ളു സായിട്ടിയെ, ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. രസമുണ്ടാവോ? അങ്ങനെ ഞങ്ങളൊന്ന് ബെഡ്ഷീറ്റ് മാറ്റാൻ വന്നിട്ടുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. പല കൂട്ടുകാരും നമ്മളടുത്ത് ചോദിക്കാറുണ്ട് ഏത് എ സിയാണ് വാങ്ങിച്ചതെന്ന്. ഇത് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് വോൾട്ടാസിൻ്റെ എ സിയാണ്. ഇത് 1 ടണ്ണാണ് കേട്ടോ. ഇതിന് എത്ര രൂപയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് 29,999, അതായത് 30,000 രൂപ. പിന്നെ ഒരു 2,500 രൂപേൻ്റെ ഒരു സ്റ്റെബിലൈസറും, പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് ഫ്രീ ആയിരുന്നു. പക്ഷേ അതിൻ്റെ സ്റ്റാൻഡും അതിന് ഇതിനൊക്കെ ആയിട്ട് 12,000 രൂപ, 1,100, 1,500 അങ്ങനെയും ചിലവായിട്ടുണ്ട്. ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 34,000, 35,000 രൂപ ചിലവായിട്ടുണ്ട്. പിന്നെ വേറെ ചില കൂട്ടർ ചോദിച്ചിരുന്നു അതിപ്പോൾ ഞങ്ങളെന്ത് വേണമെന്ന്. ഞങ്ങളെന്ത് വേണമെന്ന് ചോദിച്ചവരുടെ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ എൻ്റെ അടുത്ത് ചോദിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റാം സാഹിബിക്കെ. തലയാണ് നടപ്പിച്ചു. ഈ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ചിട്ടേ ആകെ 3 ദിവസമായിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ബെഡ്ഷീറ്റ് ഭയങ്കര പോളിസ്റ്ററിൻ്റെ വേറൊരു തരം മെറ്റീരിയലായ കാരണം കൊണ്ട് എ സിയിൽ കിടന്നിട്ട് പോലും ഭയങ്കര ചൂടെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വേറെ നല്ല കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഇങ്ങനെ വിരിക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ അടുത്ത് താഴത്തെ ഒരു പെൺകുട്ടി ചോദിച്ചിരുന്നു നിങ്ങൾ ബെഡ്ഷീറ്റ് വേഗം മാറ്റുമോ, എപ്പോഴും കാണാമല്ലോ ബെഡ്ഷീറ്റ് അലക്കിയിട്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ബെഡ്ഷീറ്റ് വേഗം മാറ്റുക എന്നുള്ളതിൻ്റെ ഒരു ശീലമാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഞാനൊരു ബെഡ്ഷീറ്റ് മാറ്റും. ഇത് എൻ്റെ ആകാരോൻ്റെ ബെഡ് വാക്യൂം ക്ലീനറാണ് കേട്ടോ. ബെഡ്ഷീറ്റ് വിരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാക്യൂം ക്ലീനർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ അലക്കിയ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതുകൊണ്ടൊന്ന് വാക്യൂം ചെയ്യണതും എൻ്റെ ഒരു ശീലമാണ്. എനിക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്കെന്തോ ബെഡ്ഷീറ്റുമ്പോൾ കിടക്കുമ്പോൾ ഒരു പൊടിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ. അപ്പം നമ്മളെ വാക്യൂം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സായിക്കുട്ടി അത് കൊണ്ടിട്ട് എടുത്ത് വെച്ചു കേട്ടോ. ചൂരിൽ തന്നെ ഇനിയിപ്പോൾ കൊടുത്തിക്കണ് അത് കണ്ടൊക്കെ ചിലപ്പോൾ അടിക്കാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ബെഡ്ഷീറ്റ് ഇപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഈ പില്ലോ കവറെന്ന്. ഈ ബെഡ്ഷീറ്റിൻ്റെ പില്ലോ കവറിന് ചെറിയ കീറലുണ്ട്. അപ്പോൾ അതൊക്കെ തയ്ച്ചിട്ട് വേണം സെറ്റാക്കാൻ. അപ്പോൾ നമ്മൾ എ സി നമ്മളിപ്പോൾ തന്നെ ഒരു 24 അങ്ങോട്ട് ഇട്ട് വെക്കും കേട്ടോ. 24 ഇട്ട് വെച്ചോ? ആ ഓക്കെ. 22 സേവർ മോഡ് ഇട്ടൊക്കെ 24. അപ്പോൾ നമ്മളിതൊരു 24 ഇട്ട് വെച്ചിട്ട് നമ്മൾ ഇനി റൂം അടച്ചിട്ടൊരു പോക്ക് പോകും. ഇങ്ങോട്ട് പോരെ ലൈറ്റൊക്കെ കെടുത്തിക്കോ. ഇനി എന്താ അടുത്ത പരിപാടി? നടക്ക. ഇപ്പം നമ്മൾ സ്കൂളൊക്കെ പൂട്ടിയിരിക്കല്ലേ. അപ്പോൾ സായിക്കുട്ടൻ്റെ ഈ ശരീരം കണ്ടല്ലേ, ഇതൊന്ന് പുഷ്ടിപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രാത്രി ഉറങ്ങാൻ നേരത്ത് അവന് പാലിൽ ഈത്തപ്പഴം ബദാമൊക്കെ ഇട്ടിട്ട് ജ്യൂസൊക്കെ അടിച്ചിട്ട് കൊടുക്കും കേട്ടോ. കൂടെ ഞാനും കുടിക്കും. പുഷ്ടിപ്പെടണമെങ്കിൽ കൂടെ ഞാനും പുഷ്ടിപ്പെട്ടോട്ടെന്ന് വിചാരിച്ചിട്ട്. എനിക്കിനി പുഷ്ടിപ്പെടാനൊന്നുമില്ല. ഞാൻ അപ്പം തന്നെ 10-11 കിലോ ആയിരിക്കുന്നു. എന്നാലും കൂടി ഒരു കുടുംബത്തിനെ നോക്കാനൊരു ആരോഗ്യം വേണ്ടേ. അപ്പോൾ അങ്ങനെ സായിക്കുട്ടിനെ ഈ വെക്കേഷന് ഒന്ന് പുഷ്ടിപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓനെ ഷർട്ട് അയച്ചിട്ടിട്ട് ഓന് പുഷ്ടിപ്പെട്ട ശരീരം ഒന്ന് കാണിച്ചു തരണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പലരും കമൻറ്റിൽ പറയും ഈ കുട്ടിക്ക് തിന്നാനൊന്നും കൊടുക്കുന്നില്ല. തിന്നാനൊന്നും ഇല്ലാത്ത വീട്ടിലത്തെ കുട്ടിനെ പോലെ ഈ കുട്ടിനെ കാണാനെന്നൊക്കെ. ആ ചീത്തപ്പേരൊക്കെ ഈ വെക്കേഷൻ നമുക്ക് മാറ്റിയെടുക്കണം. നല്ല പടക്കം പൊട്ടുന്ന ഒച്ചകൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. ഇവിടെ അപ്പുറത്തെ റൂമിലത്തെ ബിനിയോളെ വീട്ടിൽ പോയിക്കാൻ കേട്ടോ. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ സായിക്കുട്ടി സിറ്റൗട്ടിൽ ഇരുന്നിട്ട് കുറച്ച് ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങളങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. നമ്മൾ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഈ ഒരു സമയത്തായിരിക്കും. ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞാൻ എൻ്റെ ജോലിയിലും ആയിരിക്കും, അവൻ്റെ ജോലിയിലും ആയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കുട്ടികളൊക്കെ ഒന്ന് സംസാരിക്കാൻ സമയം ഉണ്ടാക്കണമൊക്കെ നല്ലതല്ലേ. കഴിഞ്ഞ സായിക്കുട്ടിയെ നമുക്ക് ഒരു പാർസൽ വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് നാളത്തെ വീഡിയോയിൽ അൺബോക്സ് ചെയ്യാം. സായിക്കുട്ടിക്ക് അൺബോക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? നമുക്ക് നാളെ അൺബോക്സ് ചെയ്യാം. എൻ്റെ ഗ്ലാസ് എടുക്കണം.